സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെപ്പർ ചിക്കൻ തയ്യാറാക്കാം. അതിനുവേണ്ടി 750 ഗ്രാം ചിക്കൻ എടുത്ത് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും പകുതി ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. കൈകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് വഴന്നു വന്ന ശേഷം അതിനകത്തേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിനകത്തേക്ക് ഒരു 2 സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരും. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, വലിയ ജീരകം പൊടിച്ചത്. ഇതൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ സമയത്ത് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ചിട്ട്. നമ്മൾ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അത് അടിയിൽ പിടിച്ചു പോകും. നമുക്ക് ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് കഴിക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിനകത്ത് തീരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കനാണ്. നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഇതൊന്ന് ഡ്രൈ ആകുന്ന വരെ നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല ഗ്രേവി വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചും കൂടെ ഡ്രൈ ആവണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഇത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.